നീങ്ങണം. ഈ പശുവിനെ മിഷൻ വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പശുവിന് അകിട് ഇറക്കം കൂടുതലായതുകൊണ്ട് ഇതിന് മിഷൻ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കൈക്കാണ് കറക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ എനിക്ക് കൈക്ക് കറന്ന് വലിയ ശീലമില്ല. ഞാൻ ഒരു കൈക്കേ കറക്കാറുള്ളൂ. പിന്നെ വീഡിയോയുടെ ആദ്യം ഒരു ഗുമ്മ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് 2 കൈക്കും കറന്നു തുടങ്ങിയാണ്. നമ്മുടെ പശുക്കൾക്കൊന്നും ഒന്നാമത്തെ കാര്യം എല്ലാവരും വന്നപ്പോൾ നമ്മുടെ പശുക്കൾക്ക് എല്ലാത്തിനും മൂക്കയർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ആ മൂക്കയർ എല്ലാവരുടെയും എടുത്തു കളഞ്ഞു. ഇതിന്റെ അടക്കം എല്ലാവരുടെയും മൂക്കയർ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്രാക്കളെ വിടാറില്ല കറവ സമയത്ത്. രാവിലെ എല്ലാവർക്കും തീറ്റ വെച്ച് കൊടുക്കും. തീറ്റ എല്ലാവരും തിന്നാലും ഇല്ലെങ്കിലും പിന്നീട് നമ്മൾ കറവയിലേക്ക് കയറുകയാണ്. അപ്പൊ കറക്കാൻ മറ്റൊരു ഉപാധിയുടെ ആവശ്യമില്ല. അത് തീറ്റയായാലും ക്രാവായാലും മറ്റേ മൂക്കയറായാലും ഒന്നിന്റെ ആവശ്യമില്ല. പശുക്കൾ അങ്ങനെ നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടൊന്നും കാണിക്കാറില്ല. ഈ ഒരു പശുവിനെ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ കൈക്കാണ് കറക്കുന്നത് രാവിലെ വൈകിട്ട്. മറ്റേ 2 പശുക്കളുണ്ട്, അവരെ നമ്മൾ മിഷൻ വെച്ചങ്ങ് എടുക്കും. ഇതിനെ കൈക്കാണ് കറക്കുന്നത്. ഇതെനിക്ക് വന്നപ്പോഴീ പശു 4ാമത്തെ ചനയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ആ ചനയിൽ പ്രസവിച്ചത് പശുക്കുട്ടിയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 3 പ്രസവങ്ങളെ കിട്ടി. ഈ പ്രാവശ്യത്തെ അടക്കം എല്ലാം മൂരിക്കുട്ടികളാണ്. പിന്നെ ഒരു പശുക്കുട്ടീനെ കിട്ടിയിട്ടില്ല. കിട്ടിയ പശുക്കുട്ടീനെ വളർത്താനായിട്ട് നിർത്താൻ പറ്റിയില്ല. അന്നത്തെ സാഹചര്യം കിടാവിനെ വളർത്താൻ മോശമായിരുന്നു. അതുകൊണ്ട് അന്ന് നിർത്താൻ പറ്റിയില്ല. അങ്ങനെ ഇവരുടെ ഒരു കുട്ടിയെ പിന്നെ നമുക്ക് കിട്ടിയില്ല. വന്ന പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ 4 മാസം ചനയിലാണ് വരുന്നത്. 4ാമത്തെ ചനയിലാണ് വരുന്നത്. ആ വന്ന പ്രാവശ്യം എനിക്ക് രാവിലെ 9 ലിറ്റർ പാലാണ് കിട്ടിയത്, 4ാമത്തെ പ്രസവം. അതിനുശേഷം ഇങ്ങോട്ട് 11, 12 ആ റേഞ്ചിലേക്ക് പാല് കയറി വന്നു. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ 7ാം പ്രസവം പശു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പാല് കുറഞ്ഞു പോകും എന്നൊക്കെ കമന്റുകൾ വന്നായിരുന്നു. ശരിക്കും പാല് കുറഞ്ഞു പോകല, പാല് കൂടി വരികയാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പാല് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ 4ാം പ്രസവത്തിൽ എനിക്ക് വരുമ്പോ 9 ലിറ്റർ പാലായിരുന്നു ഈ പശുവിനുണ്ടായിരുന്നത്. അപ്പൊ ആ കണക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ഒരു 4 ലിറ്റർ പാലിലേക്കെങ്കിലും താഴെ പോകണം രാവിലെ. അപ്പൊ ആ കണക്ക് എനിക്കങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഈ പറഞ്ഞ 10ഉം 12ഉം ഒക്കെ പറഞ്ഞ് ഞാനിവിടെ 10ഉം 12ഉം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 25ഉം 30ഉം 50ഉം ഒക്കെ കറങ്ങുന്ന കഥകളാണ് നാട്ടിലുള്ളത്. കഥയല്ല, കാര്യമാണ്. ഉൽപാദനം കൂടിയ പശുക്കൾ എല്ലായിടത്തും ആയി. അപ്പം നമ്മുടെ അടുത്ത് ആ പഴയ പശുക്കളൊക്കെ തന്നെ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കും അപ്ഡേറ്റ് ചെയ്ത് എടുക്കണം. ഇവരെയൊന്നും ഒഴിവാക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതാണ് മെയിൻ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലൊരു ഗിറും ജേഴ്സിയും കൂടെ ആണെന്ന് തോന്നുന്നു, ഒരു ക്രോസ് പശുവിനെ എടുത്തു. ഒരു ചനയിലാണ് എടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് പ്രസവിക്കുന്നതിന്റെ തലേന്ന് വരെ ഞാൻ അകിടൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു വിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പശു. പെട്ടെന്നൊരു ദിവസം പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തൊട്ടാൻ സമ്മതിക്കത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ തൊഴിക്കും. ഭയങ്കര ബഹളം. പിന്നെ ഒരുപാട് പാട് വിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇവൾക്കും കഴിഞ്ഞ ദിവസം വരയ്ക്കുള്ള ഗുളികയെല്ലാം കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് ആള്. അത്യാവശ്യം നല്ലോണം തീറ്റ എടുക്കും. കൈത എത്ര കൊടുത്താലും ഇഷ്ടമാണ്. കൈതപ്പോളയാണ് ഇഷ്ട സാധനം. കാലിത്തീറ്റയോട് അത്രയും
ഒരു പരിധി കൂടുതലൊന്നും കഴറ്റിയിട്ടൊന്നും കഴിക്കില്ല. പക്ഷെ കൈത എന്തോരം കൊടുത്താലും തിന്നും. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ അത് ഗിറാണ് കുത്തിവെച്ചത്, ഇതിന് മുമ്പത്തെ പ്രസവം. ആ ഗിറിന്റെ കുട്ടി ഉണ്ടായത് എന്ത് രസമായിരുന്നു അറിയോ കാണാൻ. ഒറ്റ ചുമപ്പ് കുട്ടി, അതില് ഹമ്പൊക്കെ വന്നിട്ട് നെറ്റിയൊക്കെ കറക്റ്റ് ഗിറിന്റെ പോലൊക്കെ തന്നെ വന്നു, ചെവിയൊക്കെ നല്ല നീളമുള്ള ചെവിയും കേട്ടു. പക്ഷെ നിർത്താൻ പറ്റിയില്ല, അതിനെ വളർത്താനാണ് ഒരാൾക്ക് കൊടുത്തത്. അതിന് ആ പ്രാവശ്യം പക്ഷെ പൈസ ഒന്നും വാങ്ങിയില്ല. ഗിറിന്റെ കിടാവായിട്ട് ചെറിയ കിടാവായിരുന്നു, തീരെ ചെറിയ കിടാവായിരുന്നു. അപ്പം അതിനെ ഒരു 2-2.5 മാസത്തോളം ഇവിടെ നിർത്തി. എന്നിട്ട് അതിനെ തീറ്റയൊക്കെ എടുക്കാൻ തുടങ്ങി. തീറ്റ വെള്ളമൊക്കെ നല്ലോണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഒരാൾക്ക് വളർത്താൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ എന്തായെന്ന് അറിയില്ല. ഇപ്പൊ കുറെ നാളായില്ലേ, ഇപ്പൊ എന്തായാലും 1-2 വർഷമായി കാണുമായിരിക്കാം. നമ്മൾ ഈ ചെറിയ കർഷകരെല്ലാം പശുവിനെ വളർത്തുമ്പോൾ ആദ്യം തന്നെ പശുവിന്റെ കറവയും കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. നമ്മള് ജോലിക്കാരനെ വെച്ചിട്ട് ഫാം മുമ്പോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പശു വളർത്തൽ മുമ്പോട്ട് പോകാം എന്നുള്ള ചിന്താഗതിയെ പാടില്ല. ജോലിക്കാരനെയൊക്കെ വെക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ എപ്പോഴും വളർത്തുന്ന ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നതാണ്, ജോലിക്കാരൻ ഇട്ടേച്ച് പോയതിന്റെ ഭാഗമായി ഫാം പൂട്ടിപ്പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അകിടുനീര് വരുന്നു, കറക്കാതെ ഒരു ദിവസം മുഴുവൻ നിർത്തിയിരിക്കുന്നു. അതൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പരിപാടി പഠിച്ചു കഴിഞ്ഞാൽ അതെന്താ ഒരു വിഷയമില്ലല്ലോ.